കായംകുളം എം.എൽ.എ. യു പ്രതിഭ CPM ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിൽ മാവേലിക്കര എം.എൽ.എ. MS അരുൺകുമാറിനെയും മാവേലിക്കര ഏരിയ സെക്രട്ടറി രഘുനാഥിനെയും ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി. ജില്ലാ സെക്രട്ടറിയായി R. നാസർ തന്നെ തുടരാനാണ് സാധ്യത. ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, ഏറെ വിവാദ നീക്കങ്ങൾ ഉണ്ടാകുമെന്ന് കരുതിയതാണ് ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ. മുഖ്യമന്ത്രിയുടെ സജീവമായ സാന്നിധ്യമുണ്ടായിരുന്ന ഇടം കൂടിയാണ്. എന്താണ് ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പ്? എന്തായിരുന്നു നീക്കം? സജിത്ത്, ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിലേക്ക് പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് കായംകുളത്ത് നിന്നുള്ള MLA യു പ്രതിഭ, ഒപ്പം തന്നെ മാവേലിക്കര MLA അരുൺകുമാർ, ആലപ്പുഴ ഏരിയ സെക്രട്ടറി അജയ് സുചീന്ദ്രൻ, ഒപ്പം മാരാരിക്കുളം ഏരിയ സെക്രട്ടറി P. രഘുനാഥ്. ഇത്രയും പേരാണ് ഇന്നത്തെ ജില്ലാ സമ്മേളനത്തിൽ ജില്ലാ കമ്മിറ്റിയിലേക്ക് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അതേസമയം തന്നെ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുള്ള നിരയും ശ്രദ്ധേയമാണ്. അതായത് കായംകുളത്ത് നിന്ന് തന്നെയുള്ള N. ശിവദാസൻ, അരവിന്ദാക്ഷൻ, ഒപ്പം ജലജ ചന്ദ്രൻ അടക്കമുള്ള ആളുകൾ ഒഴിവാക്കപ്പെട്ടു. ഒപ്പം തന്നെ 2 പേർ പ്രായാധിക്യം മൂലം M. സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾ G. വേണുഗോപാൽ ഉൾപ്പെടെയുള്ള വേണുഗോപാൽ സെക്രട്ടേറിയറ്റിൽ നിന്നാണ്. ഇവർ 2 പേരും പ്രായാധിക്യം മൂലം ആണ് ഇവരെ ഒഴിവാക്കുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ നമ്മളിത് പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ കായംകുളത്ത് നിന്ന് ഒഴിവാക്കപ്പെട്ട അരവിന്ദാക്ഷനും N. ശിവദാസനും ഉൾപ്പെടെയുള്ള ആളുകൾ നാസറുമായി അടുത്ത ബന്ധം പുലർത്തുകയും കായംകുളം ഏരിയ കമ്മിറ്റിയിൽ നാസറോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളാണ് എന്നുള്ളതാണ്. അതായത് പുതിയ നിര, നമ്മൾ ജില്ലാ കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട പുതിയ നിര പരിശോധിക്കുകയാണെങ്കിൽ സജീചെറിയാൻ വിഭാഗത്തിന് കൂടുതൽ മേൽക്കോയ്മ ഉണ്ടാവുകയും അവർക്ക് കുറച്ചുകൂടി ആ കമ്മിറ്റി സ്ട്രെങ്തൻ ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് പുതിയ ആളുകളെ, അവരുടെ ഭാഗത്തു നിന്നുള്ള ആളുകളെ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. മറ്റൊന്ന്, നമ്മൾ ജില്ലാ സെക്രട്ടേറിയറ്റ്, അതായത് ഇന്ന് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റ് തെരഞ്ഞെടുക്കുമെന്നുള്ളതാണ് ലഭ്യമാകുന്നതെന്ന്. സാധാരണഗതിയിൽ അങ്ങനെയല്ല, സമ്മേളനം കഴിഞ്ഞ് പിന്നീടാണ് സെക്രട്ടേറിയറ്റ് തെരഞ്ഞെടുക്കുന്നത്. പക്ഷേ ഇന്ന് മുഖ്യമന്ത്രി ഇരിക്കെ തന്നെ ഇവിടെ സെക്രട്ടേറിയറ്റും തെരഞ്ഞെടുക്കും എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നാണ് ഇപ്പോൾ G. വേണുഗോപാൽ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നത്. പകരം ഒപ്പം തന്നെ ജില്ലാ സെക്രട്ടറിയിൽ നിന്ന് ഒഴിവാക്കപ്പെടും എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഒപ്പം ഇത് ചാരമൂട് നിന്നുള്ള പ്രതിനിധിയായ രാഘവനും ഒഴിവാക്കപ്പെടാനുള്ള സാധ്യത നമ്മൾക്ക് ലഭ്യമാകുന്നുണ്ട്. അതേസമയം രാഘവന് പകരമായി മാവേലിക്കര മുൻ MLA ആയ രാജേഷ് സെക്രട്ടേറിയറ്റിലേക്ക് കടന്നു വരുമെന്നുള്ള വിവരവും ലഭ്യമാകുന്നുണ്ട്. R. നാസർ തുടരുക തന്നെയാണ്, അതായത് ജില്ലാ സെക്രട്ടറി ആയി R. നാസർ തുടരുമെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. പക്ഷെ അത് നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലയളവ് വരെ ആകും എന്നുള്ള വിവരവും ലഭ്യമാകുന്നുണ്ട്. അതിനുശേഷം മറ്റ് തെരഞ്ഞെടുപ്പിലേക്ക് പരിഗണിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരവും ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭ്യമാകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ R. നാസർ തുടരുക നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലയളവ് വരെ ആയിരിക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും സമ്മേളനം വലിയ പ്രതിസന്ധികളൊന്നുമില്ലാതെ കടന്നുപോയി എന്നുള്ളതാണ്. പക്ഷേ അതേസമയം തന്നെ ജില്ലാ കമ്മിറ്റിയിലേക്ക് പരിഗണിക്കപ്പെടുമെന്ന് കരുതിയ പല ആളുകളും ഇപ്പോൾ തന്നെ അവരുടെ അതിനകത്തുള്ള ഒരു അവർക്ക് ഉണ്ടായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് പ്രകടിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നവമാധ്യമങ്ങളിലടക്കം ചില പോസ്റ്റുകളൊക്കെ പ്രത്യക്ഷപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. കായംകുളത്ത് വന്നിട്ടുണ്ട് എന്നുള്ള വിവരവും ലഭ്യമാകുന്നുണ്ട്. പക്ഷേ ഈ നമുക്കറിയാം, ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് CPM-നെ സംബന്ധിച്ച് വലിയ തിരിച്ചടി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഒരു ഇടമാണ്. ഒപ്പം തന്നെ സംഘടനാപരമായ ഒരുപാട് ദൗർബല്യങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടേണ്ട ഇടവുമാണ്. പക്ഷേ അത്തരത്തിൽ ആരോഗ്യകരമായ ചർച്ചകളൊന്നും തന്നെ ഈ സമ്മേളനത്തിൽ ഉണ്ടായില്ല എന്നുള്ളത് തീർച്ചയായും CPM-നെ സംബന്ധിച്ച് പറയേണ്ടിയിരിക്കുന്നു. കാരണം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ സംഘടനാ ചർച്ചകളിലടക്കം ഉയർന്നു വന്നില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, അഴിമതി ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചില ആരോപണങ്ങൾ, കായംകുളത്ത് സഹകരണ ബാങ്കും ഒപ്പം തന്നെ ഹരിപ്പാടുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും അത് ഒരു വിഭാഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നീക്കങ്ങളായിരുന്നു എന്നതിനപ്പുറത്തേക്ക് ആലപ്പുഴ ജില്ലയിൽ CPM പരിഹരിക്കേണ്ട വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ഗുണകരമായ ചർച്ചകൾ നടക്കാതെ പോയ സമ്മേളനം എന്ന് തന്നെ നമുക്ക് പറയാം. ആദ്യ സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയുടെ ആദ്യ ദിവസം തന്നെ നടന്ന ചർച്ചകൾ പൂർണ്ണമായും മുഖ്യമന്ത്രിയെയും ഒപ്പം തന്നെ ജില്ലയുടെ ചുമതലയുള്ള സജി ചെറിയാനെയും പുകഴ്ത്തുന്ന രീതിയിലുള്ള ചർച്ചകളായിരുന്നു. അതിനുശേഷം പിന്നീടാണ് കുട്ടനാട് അടക്കമുള്ള വിഷയങ്ങൾ പിറ്റേ ദിവസം ഇന്നലെ നടന്ന ചർച്ചയിലാണ് വന്നത്. പക്ഷേ കുട്ടനാടിൽ നിന്നുള്ള പ്രവർത്തകർ ആ സീറ്റ് NCP-യിൽ നിന്ന് ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഒപ്പം തന്നെ ഇത്തരത്തിൽ ഒരു കരാറുകാരുടെ അടക്കം പണം വാങ്ങുന്ന ഒരാളെ താങ്ങിക്കൊണ്ട് പോകേണ്ടതില്ല പാർട്ടി എന്നുള്ള അഭിപ്രായമൊക്കെ കുട്ടനാട് ഏരിയ സെക്രട്ടറി അടക്കം മുന്നോട്ട് വെച്ചപ്പോഴും
NCP-യെ പിന്തുണയ്ക്കുന്ന നിലപാടായിരുന്നു ഈ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി ശരി. സ്വീകരിച്ചത് എന്നുള്ളതാണ്. അത്തരം കാര്യങ്ങളും ശ്രദ്ധേയമായ ഒരു സമ്മേളനമാണ്. എന്തായാലും ഇന്ന് വൈകിട്ട് പൊതുസമ്മേളനത്തോടു കൂടിയാണ് ആലപ്പുഴയിലെ 3 ദിവസമായി നീണ്ടു നിൽക്കുന്ന ജില്ലാ സമ്മേളനം അവസാനിക്കുക. യെസ്, ആലപ്പുഴ ജില്ലാ സമ്മേളനം അവസാന ഘട്ടത്തിലേക്കാണ്. CPM ജില്ലാ കമ്മിറ്റിയിൽ പുതുമുഖങ്ങൾ വരുന്നു. പ്രതിഭ അടക്കമുള്ളവരെ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി.